യുവർ വേർഡ്സ് ഗിവ് അണ്ടർസ്റ്റാൻഡിങ് ടു ദി സിമ്പിൾ. നിൻ്റെ വചനം അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. തൻ്റെ വചനത്തിൻ്റെ മഹത്വമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വചനത്തോടുള്ള സ്നേഹം ചോദിച്ചു വാങ്ങിക്കുകയാണ്, അല്ലാതെ ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ വചനത്തോട് സ്നേഹിക്കണമെന്ന് ദിനം പ്രതി ചോദിച്ചു കഴിഞ്ഞപ്പം തൊട്ട് കർത്താവിൻ്റെ ഹൃദയമാണ് നമ്മളെ കാണിച്ചു തരുന്നത്. വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പച്ചന് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ, കാര്യം കാണാൻ വേണ്ടി മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്, ദൈവത്തെ അറിയാൻ കൂടെയാണ്. അപ്പം ദൈവവചനം അറിയണമെന്നുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യം നേടിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ പോകത്തില്ല. ഞാൻ പ്രാർത്ഥന നടത്തുമ്പോൾ നോട്ട് ചെയ്യുന്ന ഒരു സത്യം, നമ്മൾ ആദ്യമേ തൊട്ടേ ചെറിയ ചെറിയ ഗ്രൂപ്പിൽ നമ്മൾ പ്രാർത്ഥന നടത്തും. അത് നല്ല പ്രയാസമുള്ളവർ വരും, പെട്ടെന്ന് അവർ ഇന്ന കാര്യം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും, കൊടുക്കും, പിന്നെ അവരെ കാണത്തില്ല. ബിക്കോസ് ദേ കെയിം ജസ്റ്റ് ഫോർ ദാറ്റ് പേർപ്പസ്. അത് സത്യം പറഞ്ഞാൽ ദൈവത്തിന് സങ്കടമല്ലേ, കാര്യം കാണാൻ. ഇപ്പോൾ എന്നെ ഒരു കൂട്ടുകാരി എന്നും വന്നിട്ട് എൻ്റെ വീട്ടിലുള്ളത് കാര്യം കാണാൻ മതി. ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിൽ വരിക, കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒരാൾ പറയായിരുന്നു, സൂക്ഷിക്കണം അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ഇതെവിടെ നിന്ന് കിട്ടി, ഇതെനിക്ക് വേണമായിരുന്നു, ഇത്രയാണ് ഞാൻ നോക്കിയോ, ഇങ്ങനെ പല പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ അറിയാതെ എടുത്തു കൊടുക്കും. ആ സംസാര രീതി തന്നെ ശരിയല്ല. ബിക്കോസ് നമ്മുടെ ഹൃദയം കാര്യങ്ങൾ നേടാൻ വേണ്ടി വരുന്നതെന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാകും. അങ്ങനെയുള്ള ഈ എന്താ നമ്മൾ പീപ്പിൾ പ്ലീസിങ്, അതായത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനുള്ള സംസാരം എല്ലാം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് കാതലായിലോട്ട് കയറണം. കുറേ കാലമായില്ലേ വചനത്തിന്, എൻ്റെ തന്നെ വചനം കേൾക്കുന്നത് നിങ്ങളോട് പറയുകയാണ്, ഉറച്ച് ക്രിസ്തുവിൻ്റെ വചനത്തിലോട്ട്. വചനം എടുക്കുന്നതിന് മുമ്പ് കർത്താവിനോട് ചോദിക്കണത് തന്നെ ഒന്ന് പഠിപ്പിക്കുമോ എന്ന്. ആ ഒന്ന് പഠിപ്പിക്കാനുള്ള ഹൃദയം നമ്മൾ ദൈവത്തോട് ചോദിച്ച് തന്നെ വാങ്ങിക്കണം. അപ്പോൾ യുവർ വേർഡ്സ് ഗീവ് അണ്ടർസ്റ്റാൻഡിങ് ടു ദി സിമ്പിൾ. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ എത്ര സിമ്പിളായിട്ടുള്ള വ്യക്തിക്കും വചനത്തിൽ കൂടെയാണ് നമ്മൾ ആത്മാവിൽ അപ്പം ബലം വരുന്നത്. നമ്മളാകുന്നത് തന്നെ ദൈവവചനത്തിൽ കൂടെ, അല്ലാതെ ഒക്കത്തില്ല. മരിക്കാൻ നേരത്തും ശിശുവായിട്ട് നീ മരിക്കും ആത്മാവിൽ, എന്നാൽ നല്ല ഫലം കായ്ച്ച് വൃക്ഷമായിട്ട് നിന്ന് അനേകർക്ക് ഫലം കൊടുത്ത് വലിയൊരു ജീവവൃക്ഷമായിട്ട് നിന്ന് അതിൻ്റെ തണലിൽ പക്ഷികളും മൃഗങ്ങളും ആളുകളും വന്ന് താമസിച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയിച്ച് നമ്മൾ ഈ ലോകം വിട്ടുപോവുകയാണ്. എന്തൊരു സന്തോഷമാണ്. അത് ചോദിക്കണം കർത്താവേ. ഒരു പക്ഷേ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ചെല്ലാനൊക്കത്തില്ല, പക്ഷെ ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടിയപ്പം മടി കൂടാതെ ചെയ്യാൻ നമ്മൾ എന്നും പറഞ്ഞ് എല്ലാവർക്കും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല താനും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുക്ക പോയപ്പം ഡയബറ്റീസ് മാത്രമുള്ളവരാണ് അവിടെ താമസിക്കുക, അവിടെ ചികിത്സിക്കുക. എനിക്ക് കണ്ടപ്പം ഞാൻ സാധാരണ അങ്ങനെ കോമൺ ആയിട്ടുള്ള മെയിൻ വാർഡിൽ പോകാറില്ല, നമ്മൾ അറിയാവുന്നൊരു കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഇത് മെയിൻ വാർഡിലല്ല, മെയിനായിട്ടുള്ള ഒരു കോമൺ വാർഡിലാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത്, ഞാൻ കാണാൻ പോയ സ്ത്രീക്ക് കാലിന് പഴുപ്പുണ്ട്, ഷുഗറുള്ളതിൻ്റെ. പക്ഷേ അവിടെ കൂടെയുള്ള പലരും കിടക്കുന്ന 5-8 പേരുണ്ട്. ചിലർക്ക് കൈയില്ല, കാലില്ല, കളറ് മാറിപ്പോയിരിക്കുന്നു. ആകെ കൂടെ സഹായിക്കാൻ അവരുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളുള്ളവരടുക്ക വന്ന് നിൽക്കുന്നത് തന്നെ പ്രയാസം. എത്ര നാളെന്ന് കണ്ടാ കിടക്കുന്നത്. നമ്മൾ ഷുഗർ റെഗുലേറ്റ് ചെയ്യാതിരുന്ന് വെച്ച് അസുഖം വന്നിട്ട് നമ്മൾ ഷുഗർ കുറയ്ക്കണം എന്ന് പറയുമ്പം അവർക്ക് എന്നാ ദേഷ്യമാണെന്നറിയാമോ. ഞാൻ ഷുഗർ കുറയ്ക്കാൻ പറയും, നിങ്ങളാരാ? ഇത് നമുക്ക് പല അസുഖവും വരുന്നത് നമ്മുടെ തന്നെ മർക്കടമുഷ്ടി എന്ന് പറയും, അതായത് നമ്മുടെ തന്നെ സ്വാർത്ഥമായ ചിന്ത. എന്നോടാരാ ഇവർ പറയാൻ? അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ഭർത്താവായിരിക്കും അല്ലെ വേറൊരാളത് അധികം കഴിക്കല്ലേ എന്ന് പറയുമ്പം ഒന്നുമല്ലേ അവർ ഞാനത് കഴിക്കണ്ടെന്ന് പറഞ്ഞത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണേ എന്ന് ചിന്തിക്കാനുള്ള 2 സെക്കൻഡ് തൊട്ടേ അത് വരത്തുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കണം. ഞാനിത് വായിച്ചു വന്നപ്പോൾ എനിക്ക് ഗോഡ്സ് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഞാനിതിങ്ങനെ വായിച്ചു. അതായത് നമുക്ക് ഒരു ധാരാളം പണമുള്ള ഒരു മനുഷ്യൻ നമുക്ക് നമ്മുടെ വലിയപ്പച്ചനോ അല്ലെ അങ്കിൾമാരാരെങ്കിലും നമുക്ക് നല്ല വിലപിടിപ്പുള്ള ഒരു ഹെലികോപ്റ്റർ ദാനമായിട്ട് തന്നിച്ചു പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഹെലികോപ്റ്റർ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുമോ എല്ലാവരുടെ മുമ്പിലൊന്ന് കാണിക്കണം, നാളെ തന്നെ ഞാൻ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഞാനിത് ഓടിക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിച്ച് നോക്ക്, ആ ഹെലികോപ്റ്ററിൽ നമ്മൾ കയറിയിരുന്ന് ആ ഹെലികോപ്റ്റർ ഓടിച്ചാൽ തീർത്തും നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇടിച്ച് ചത്തുപോകും. മനസ്സില്ല? കാരണം അതിൻ്റെ മാനുവൽ പഠിക്കണം, എങ്ങനെയത് ഓപ്പറേറ്റ്. സെയിം തിങ് വിത്ത് എ കാർ ഓൾസോ. ഇപ്പോഴത്തെ കാലങ്ങളിൽ പണ്ട് സ്റ്റിയറിംഗ് വെച്ച് ഓടിക്കും, ഇപ്പോൾ നമ്മൾ ക്ലിപ്പിട്ടാൽ മതി, സ്വിച്ച് ഇട്ടാൽ മതി. ഇപ്പോൾ ചിലതിന് നമ്മൾ ടച്ച് ആകും, ചിലത് നമ്മൾ ഡ്രൈവർ പോലും വേണ്ടാത്ത കാർ വന്നിരിക്കുന്നു. സോ ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ്, ഇറ്റ്സ് യൂസ്ലെസ്.
അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് വചനങ്ങൾ എഴുതി തന്നിരിക്കുന്നത്. ദിസ് ഈസ് ദ മാനുവൽ ഫോർ us. ഇതാണ് നമ്മുടെ മാനുവൽ. ഈ മാനുവൽ വായിക്കാതെ നമ്മൾ ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കത്തില്ല. വെറുതെ മനുഷ്യന് മുമ്പിൽ കുറേ നന്മ ചെയ്തിട്ട് കുറേ പേരെടുത്തുന്നുണ്ട്. പക്ഷെ നിലനിൽക്കുന്നതായിട്ടുള്ള ശാശ്വതമായ അനുഗ്രഹം വരണമെങ്കിലും സ്വർഗത്തിൽ മാനിക്കണമെങ്കിലും വചനം അറിഞ്ഞിരിക്കുക തന്നെ വേണം. പറയുന്നത് നിങ്ങളുടെ നന്മ പ്രവൃത്തികളെല്ലാം ജീർണവസ്ത്രമല്ലോ. ജീർണവസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒന്നിനും കൊള്ളാതെ ചവിട്ടി അഴുക്ക് കളയാൻ മാത്രം ഉപയോഗിക്കുന്ന വസ്ത്രം പോലെയാണ്. അത് ഉറവ് ശരിയല്ല എങ്കിൽ ശരിയാകത്തില്ല. 119 130 വാക്യം എങ്ങനെയാണ്? നിൻ്റെ വചനങ്ങളുടെ പ്രകാശനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിൻ്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കയാൽ ഞാൻ എൻ്റെ വായ തുറന്ന് കിഴയ്ക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാണ്. എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരപ്പാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. തിരുനാമത്തെ സ്നേഹിക്കാനുള്ള ഹൃദയം, ആ വാഞ്ച, അങ്ങനെ ഇച്ഛ തരിക, ഇച്ഛ നിവർത്തിക്കുകയും തിരുഹിതമുണ്ടായിട്ട് ദൈവമല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇച്ഛ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നിൻ്റെ സ്നേഹത്തെ വേണം, വചനം സ്നേഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് വേറൊരു തലത്തിലോട്ട് നമ്മളെ കയറ്റുകയാണ്. വചനം ഒരെണ്ണമേ കേൾക്കുന്നുള്ളെങ്കിലും അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ട് അത് ഇന്ന് പഠിക്കണം. അത് കാണാതെ പഠിച്ചിട്ട് ഇന്ന് മാറത്തുള്ളൂ. ആ വചനത്തിൻ്റെ ശക്തി എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇതൊരു പുതിയ ഡോറ്, അതായത് നമുക്ക് ഓരോ താക്കോലുകളാണ് ഈ വചനങ്ങൾ. ഈ വലിയ ഓരോ താക്കോലുകൾ നമ്മളിട്ട് തുറക്കുമ്പോഴും, അങ്ങനെ ഞാൻ വചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയാറുണ്ട്, പണ്ട് കാലങ്ങളിലെ അമ്മച്ചിമാരുടെ ചട്ടയും മുണ്ടുമാണ് അവർ ഉടുത്തുകൊണ്ടിരുന്നത്. പ്രായമാകുന്ന അമ്മച്ചിമാരുടെ ആ മുണ്ടിൻ്റെ ചുറ്റുപാടും ഒരു താക്കോല് കൂട്ടം എപ്പോഴും അവരുടെ കയ്യിൽ കാണും. അതുകൊണ്ടാണ് അവരുടെ അറ തുറക്കുന്നത്, സേഫ് തുറക്കുന്നത്, പ്രത്യേക മുറികൾ തുറക്കുന്നത്. അവരുടെ അപ്പച്ചൻ വന്നിട്ട് ഈ അമ്മയോടെ പറയത്തുള്ളൂ, അത് അവരുടെ ഏണിന്നത് മാറിയിട്ടില്ല. അത് തൂക്കിയിട്ട് നടക്കുമെന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അവരറിയാതെ ആ വീട്ടിലൊന്നും സംഭവിക്കത്തില്ല. ആ അപ്പൻ വന്ന് അവരോടെ പറയത്തുള്ളൂ. ഇവൻ സ്വന്തം മക്കൾ പോലും എടുക്കാൻ അതിന് സമ്മതമില്ല. അപ്പൻ വന്ന് അമ്മയോട് കൊടുത്തിരിക്കുന്ന താക്കോൽ അവർ എന്ന് തുറക്കും, ആവശ്യമുള്ളത് എടുത്തു കൊടുക്കും, പിന്നെ അവരെന്തിനേലും ഉപയോഗിക്കും. ഇവൻ ഭക്ഷണ സാധനങ്ങൾ പോലും. നമുക്ക് എത്ര വചനത്തിൻ്റെ താക്കോൽ നമ്മുടെ അരയ്ക്ക് കെട്ടിയിട്ടുണ്ട്. വചനമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കും. കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പലതും നേടി മിടുക്കരായിട്ട് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തിൽ എത്ര കിരീടം നമുക്കതുകൊണ്ട് കിട്ടുന്നുണ്ടോ? വചനം പറയുന്നത് കർത്താവിൻ്റെ ആത്മാവിൽ നടത്തുന്നവൻ നീയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാണ്. അപ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് പ്രത്യേക ഒരു കൃപ. ഇറ്റ്സ് എ ഫേവർ. ദൈവമക്കൾക്ക് ഫേവർ ഉണ്ട്. അതെത്ര പറഞ്ഞാലും അതെന്താ പറ്റുള്ളൂ. 10 മക്കളിൽ ചിലരോട് പ്രത്യേക സ്നേഹം തോന്നും. ബിക്കോസ് ദർ ആർ ഡിഫറൻസ് ഇൻ ദ ക്യാരക്ടർ. യാക്കോബിനെ ദൈവം, ഇതെല്ലാം ലോകത്തിൽ പാപം വന്നതുകൊണ്ടാണ്. യാക്കോബിനെ ദൈവം ഉത്ഭവത്തിൽ തന്നെ അനുഗ്രഹിച്ചാണ് വിട്ടത്. ജെറമ്യാനെ അനുഗ്രഹിച്ചാണ് വിട്ടത്. യെശയ്യാവിനെ അനുഗ്രഹിച്ചിട്ട്. ജീവിതത്തിൽ ഭാരമുണ്ടോ പ്രയാസമുണ്ടോ എന്നുള്ളതല്ല. ദേ ഓൾ ഹാഡ് എ ഡിഫറെൻറ്റ് കോൾ ബിഫോർ ദേ വർ ബോൺ. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരു കോളുണ്ട്. ആ കോളിൽ വന്ന് നിൽക്കുമ്പോൾ യു വിൽ സ്റ്റാർട്ട് ഷൈനിങ്. അത് ചെയ്യാതെ നമ്മൾ ദൈവാത്മാവിൻ്റെ ആശ്രയിക്കാതെ നമ്മൾ കുറേ പണം ഉണ്ടാക്കി 65-70 വയസ്സ് കഴിഞ്ഞപ്പോൾ അത് തീർന്നില്ലേ? പിന്നെ അതിൻ്റെ പഴയ പാസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. ക്യാൻ യു നോട്ട് ഡു എനിത്തിങ് അറ്റ് ദിസ് ടൈം? 70 വയസ്സായൊക്കെ ഇപ്പം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ദൈവത്തിലെ നല്ല മനോഹരമായ പൂത്തൊലകുന്ന ഒരു ചെടിയായിട്ടല്ലേ ഒരു വൃക്ഷമായിട്ട് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നതോ, കഴിഞ്ഞപ്പോൾ നമ്മളൊരു 60-65 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് റിട്ടയർ ചെയ്യുന്നത് നല്ല ജോലി, പിന്നെ അവരാ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞ് കുറഞ്ഞത് 1 മണിക്കൂർ വേസ്റ്റ് ചെയ്യും. പറയേണ്ടെന്നല്ല, ബട്ട് യു റിയലി ലിമിറ്റ് ഇറ്റ് ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ കം ടു ദി, അതായത് കാലഹരണപ്പെട്ട ജീവിതം. കഴിയുന്നതിനെക്കുറിച്ച് പറയാൻ ഇടയ്ക്ക് പറഞ്ഞോ, ഓർപ്പിച്ചോ, ഒരു കുഴപ്പമില്ല. ബട്ട് ആർ യു റിയലി ബീയിങ് ലൈവ് ടുഡേ ഇൻ ക്രൈസ്റ്റ്? ഇന്നത്തെ ചെടിയിലുള്ള പൂവൽ ഉണ്ടായോ? അത് നമുക്ക് സാധിക്കുമല്ലോ. നരയോളം കാത്തു സൂക്ഷിക്കാമെന്ന് 92 സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, ഞാൻ നരയോളം നിന്നെ സൂക്ഷിക്കും. കർത്താവ് പറയുന്നത് വാർദ്ധക്യത്തിലും നീ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഈ വചനം എഴുതി വെച്ചിട്ട് വാർദ്ധക്യം പോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഡയബറ്റീസ് ആശുപത്രി ഞാൻ ചെന്ന് കണ്ടിട്ട്, പ്രായമുള്ള ഒത്തിരി പേരൊന്നും അല്ല, 60 വയസ്സൊക്കെ കാണുമായിരിക്കും. അവർക്കൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സങ്കടം തോന്നി. 92 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും,
ലെബനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൻ്റെ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുണ്ട്. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചിരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ആ വാർദ്ധക്യത്തിൽ ഫലപുഷ്ടി ഉണ്ടാക്കുന്നത് ദൈവമഹത്വം കാണിക്കാൻ വേണ്ടിയാണെന്ന് നമുക്കിപ്പോഴേ പ്രാർത്ഥിക്കാം. നമുക്ക് തന്നെ അവനവന് പ്രാർത്ഥന ആവശ്യമുണ്ട്, കുടുംബത്തിന് പ്രാർത്ഥനയുണ്ട്, തലമുറയ്ക്കൊരാവശ്യമുണ്ട്. സമയം വൃഥാ കളയല്ലേ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രാവിലെ തോറും ഞാൻ ഈ വചനം അയക്കുന്ന എൻ്റെ വചനം കേൾക്കുന്നത് അനേക കുടുംബങ്ങൾക്ക് പ്രകാശമായി മാറുന്നുണ്ടെന്ന് എനിക്കറിയാം. കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, പറന്നു പോകുന്ന കാക്ക പോലും കേൾക്കുമെന്ന്. അതെപ്പോഴാണ് ദൈവം ജയിപ്പിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാലത്ത് പുറത്തുനിന്ന് പുറം രാജ്യങ്ങളെ നാട്ടിക്കൊണ്ടുവന്നിട്ട് വചനം പറയിപ്പിക്കാൻ എന്നെ ഏകമായിട്ട് താമസിപ്പിച്ച് കർത്താവ് TV പ്രോഗ്രാം തുടങ്ങിയെങ്കിൽ അത് അനുഗ്രഹമാക്കി തന്നെ അനേകർക്ക് ദൈവം കണ്ടിട്ടുണ്ട്. കടന്നു വരുന്ന വചനം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ദൈവകൃപയുമാക്കി മാറ്റുന്നതിന് നന്ദി പറയാം. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് ഓടിക്കടന്നു വരിക. പക്ഷേ നിൻ്റെ വചനം അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. ഞങ്ങളെല്ലാം വചനമില്ലെങ്കിൽ ബുദ്ധിഹീനരാപ്പിച്ച. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദ ഫിയർ ഓഫ് ദ ലോഡ്, ആ ഓസം പ്രസൻസ് ഓഫ് യുവർ പ്രസൻസ്. കർത്താവേ, നിൻ്റെ ആ സാന്നിധ്യം മാറി നിൽക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷേ രാത്രിയും പകലും രാവിലെയും ഇതിൻ്റെ വൈകിട്ടുള്ള ഒരു സൂര്യ അസ്തമനം, അതിൻ്റെ ആ മനോഹരത്വം, അതിന് ആകാശമണ്ഡലത്തിൽ കാണിക്കുന്ന കളറുകളും ദിനം പ്രതിയായി വരയ്ക്കുന്ന പെയിൻറ്റിങ്ങുകളും ഒക്കെ നോക്കിയാൽ ഇത്ര നിന്നെ സ്തുതിക്കാനിരിക്കും. നമ്മൾ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പൂവുണ്ടാകുന്നതിന് സന്തോഷിക്കും. കർത്താവേ, അതില്ലെങ്കിൽ എന്നാൽ സ്വർണ്ണ ഖനി കൊണ്ട് കൊടുത്താൽ ഇതൊന്നും അല്ലെന്ന് വിളിച്ചു പറയും. അതാണ് വ്യത്യാസം. അതുകൊണ്ട് നന്ദിയുള്ള ഒരു ഹൃദയം വചനത്തിൽ കൂടെ ഞങ്ങളെ സൃഷ്ടിച്ചെടുക്കണം. ദിനം പ്രതി ഈ വചനം കൊണ്ട് ഞങ്ങളെ ചെത്തി വെടിപ്പാക്കണം. വചനം മാത്രമേ, ഈ ദൈവവചനമാണ് ഞങ്ങളെ റീഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് രൂപാന്തരം വരുത്തണം. ഞങ്ങളിൽ വരുന്ന രൂപാന്തരം കണ്ടിട്ട് ഞങ്ങളുടെ മക്കൾ പറയണം, ആ മാറ്റം വരുത്തിയ ദൈവം എന്നെയും മാറ്റും. പലപ്പോഴും നമ്മൾ അതിൽ ഫെയിൽ ചെയ്യുന്നുണ്ട്. കർത്താവേ, ക്ഷമ ചോദിച്ചുകൊണ്ട് കടന്നു വരുന്നു. നാഥൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് രൂപാന്തരപ്പെടുത്തണമേ, നിൻ്റെ രൂപമാക്കി മാറ്റണം. സ്കിമിറ്റിസോ അനോയിൻറ്റിങ്, നിന്നെ ധരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പഠിപ്പിക്കണമേ. മൂടുപടം മാറിയിട്ട് നിൻ്റെ പ്രതിച്ഛായയായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളിലേക്ക് നിൻ്റെ കട്ടിയേറിയ ഭക്ഷണം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്ക് സ്തോത്രം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്ന് പറയണമെങ്കിൽ നിൻ്റെ മുഖം കാണാതെ പറയാനൊക്കത്തില്ല. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. കഷ്ടവും പ്രയാസവും ഭാരവും ഒക്കെ ദാവീദ് പറഞ്ഞ പോലെ എനിക്ക് കഷ്ടം വന്നത് നന്നായി, അതിനാൽ ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ ഇടയാക്കി എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ തലമുറകൾ പറയാനിട്ടയാക്കട്ടെ. നേർവഴിക്ക് അവരെ കൊണ്ടുവന്ന് നിൻ്റെ സ്നേഹത്തിൽ ആ ചിറകിൻ്റെ തൂവല് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിനും മതിയായിരുന്നു. പക്ഷി ചുറ്റും പറക്കുന്ന പോലെ അവർക്ക് ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് തീമതിൽ അവർക്ക് ചുറ്റും കെട്ടിക്കൊടുത്ത് നിൻ്റെ വഴി മാത്രം തുറന്ന് മറ്റതെല്ലാം ക്ലോസ് ചെയ്യുക. പക്ഷേ ഓടാമ്പൽ കൊണ്ട് നീ അടച്ചിട്ട് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു വാഗ്ദത്തം ചെയ്തത് ഞങ്ങൾ പ്രാപിച്ചെടുക്കുന്നു. അതന്നത് വചനമയക്കുന്നു, അപ്പച്ചനത് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.